മലബാറിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റാനാകാത്ത ഏടുകളാണ് മഖ്ദൂം പരമ്പരയുടേതെന്നും മഖ്ദൂം വംശജരുടെ ക്രാന്തദർശിത്വവും അനുഭവ സമ്പത്തും സാമൂഹിക തത്പരതയും ശ്രദ്ധേയമായിരുന്നുവെന്നും ഹജ്ജ് വഖഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള പണ്ഡിതർ മതത്തെയും വിജ്ഞാനത്തെയും വ്യത്യസ്ത തലങ്ങളിൽ ഒതുക്കി നിർത്താനും സാധാ ജനങ്ങളെ വിജ്ഞാന സമ്പാദനത്തിൽ നിന്ന് അകറ്റി നിർത്താനും ശ്രമിച്ചപ്പോൾ വിജ്ഞാന സമ്പാദനം വിശ്വാസിക്ക് തിളക്കമേകുന്ന ഒന്നാണ് എന്ന് തെളിയിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരായിരുന്നു മഖ്ദൂമുകൾ എന്ന് മന്ത്രി പറഞ്ഞു. മഖ്ദൂം ഫാമിലി അസോസിയേഷനും തിരൂരങ്ങാടി PSMO കോളേജ് ചരിത്ര വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച മഖ്ദൂമിയം കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PSMO കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി. മഖ്ദൂം കുടുംബം കേരള സമൂഹ നിർമ്മിതിയും എന്ന വിഷയത്തിൽ ഡോക്ടർ മോയിൻ മലയമ്മയും മഖ്ദൂമുമാരുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ എന്ന വിഷയത്തിൽ പ്രൊഫസർ AP അബ്ദുൽ വഹാബും പൈതൃക സംരക്ഷണത്തിലെ മഖ്ദൂമി സാധ്യതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ PP അബ്ദുൾ റസാഖും പ്രഭാഷണങ്ങൾ നടത്തി. മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, കോളേജ് മാനേജർ MK ബാവ, പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ്, അബ്ദുൽ ഗഫൂർ മുസ്ലിയാരകത്ത്, ഷംസുദ്ദീൻ പുതിയകത്ത് ചോലയ്ക്കൽ, ഡോക്ടർ റഫീഖ് ഹുദവി, OT മുസ്തഫ ഫൈസി, സദറുദ്ദീൻ വാഴക്കാട്, മുഹമ്മദ് അലി നാലകത്ത്, മുഹമ്മദ് ഹസീബ്, ഡോക്ടർ ഷെഫി AE, ബഷീർ വാഫി വളപ്പുരം, അബ്ദുൾ റൌഫ്, ഡോക്ടർ M നിസാർ, മുഹമ്മദ് തൊയ്യബ് സുല്ലമി, പ്രൊഫസർ സലീന തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മഖ്ദൂം കുടുംബാംഗങ്ങളായ നൂറുകണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു. CTV ന്യൂസ് തിരൂരങ്ങാടി. Chamano International Jewelers, traditionally trusted for 160 years.